വിദ്യാസാഗർ, മതതീവ്രവാദികൾ ഭാഷയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രൊഫസർ സ്റ്റാൻലി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ശവമടക്ക് അല്ലേ, പോലീസിന്റെ വക, സ്റ്റാലിൻ പോലീസിന്റെ വക ഗാർഡ് ഓഫ് ഓണറും അല്ലേ? അല്ല, ഇതിൽ അങ്ങേ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തീവ്രവാദി, ഒരു ഭീകരവാദി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് അവൻ എന്തായിരുന്നു എന്നുള്ള ചിത്രം ഇസ്ലാമിക ഭീകരവാദത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. കാരണം അത് കേവലം ഒരു പ്രത്യേക നിമിഷത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വികാരത്തിൽ ചെയ്തു പോകുന്ന ഒരു ക്രൈം അല്ല, മറിച്ച് വളരെ ആസൂത്രിതമായ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ തലയ്ക്കകത്ത് കയറിയിട്ടുള്ള മതബോധനത്തിന്റെ വെളിപാടുകളാണ്. അപ്പൊ നമ്മൾ ഈ ഭാഷ, എസ് എ ഭാഷ എന്ന് പറഞ്ഞ ഇവനെ നോക്കിയാൽ തന്നെ അയാള് എന്തായിരുന്നു ആദ്യത്തെ അയാൾക്കെതിരെയുള്ള കേസ് എന്ന് ചോദിച്ചാൽ 1983 അന്നത്തെ ബി ജെ പി നേതാവായിരുന്ന ജനാ കൃഷ്ണമൂർത്തിക്കെതിരെ, അതുപോലെ തന്നെ തിരുക്കോയിലൂർ സുന്ദരം, ഈ രണ്ടുപേർക്കുമെതിരെ, ജനാ കൃഷ്ണമൂർത്തി, തിരുക്കോയിലൂർ സുന്ദരം, ഈ രണ്ടുപേർക്കുമെതിരെ അറ്റാക്ക് നടത്തിയതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഈ ലോകം എസ് എ ഭാഷ എന്നൊരു മതഭീകരനെ പറ്റി അറിയുന്നത്. അപ്പൊ 83 മുമ്പ് എന്തായിരുന്നു ജോലി എന്ന് വെച്ചാൽ, ഇപ്പൊ 84 വയസ്സിലാണ്, അതായത് പൂർണ്ണായുസിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ ആ കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഈ വിറക്, അതായത് അടുപ്പിന് വേണ്ടുന്ന വിറക് കൊള്ളികൾ കമ്മീഷൻ ഏജൻസിയായി നടത്തുക, വിറക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ വളരെ മീൻ ജോബാണ്, വളരെ ചെറിയ വരുമാനം കിട്ടുന്ന ജോലിയാണ്. അയാളെ ആരും സസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോഴും അയാൾ അതിഭീകരമായ വിദ്വേഷവും ഭീകരവാദവും ഉള്ളിൽ കൊണ്ടിറക്കുന്ന ആളാണ്. 83 ഈ ജനാ കൃഷ്ണമൂർത്തിയെയും അതുപോലെ തിരുക്കോയിലൂർ സുന്ദരത്തിനെയും ആക്രമിക്കുന്നതിന് മുമ്പ് ഇയാൾ സാധാരണക്കാരനായ, ഒരു ശാന്തനായ, ആരും സസ്പെക്ട് ചെയ്യാത്ത ഒരു മുസ്ലിം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഇയാളുടെ ശിഷ്യന്മാരുണ്ടായി, നമ്മുടെ ഇമ്രാൻ അലിയെ പോലെ, ഹൈദർ അലിയെ പോലെയുള്ള ആളുകളുണ്ടായി. അതിനെപ്പറ്റി പിന്നെ പറയാം. അതിനുശേഷം തന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് 84 ഇയാളെ വേറൊരു അസോൾട്ട്, രമാഗോപാലൻ എന്ന് പറയുന്ന ഹിന്ദു മുന്നണിയുടെ നേതാവിനെ ആക്രമിച്ചു. ആ സമയത്ത് ഇയാളെ 90s ബാബരി മസ്ജിദിന് തുടർന്ന അറ്റാക്കിൽ ഇയാളെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവർ ഇറങ്ങി പോരുന്നത് എങ്ങനെയാണ്? എന്റെ ചോദ്യം, ഈ അകത്ത് കയറുക, പുറത്തു പോവുക, അങ്ങനെ ഈ ഒരു സംവിധാനം, നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞ പോലെ, എങ്ങനെയാണ് ഈ ജുഡീഷ്യറി ഇത്രയ്ക്കും അധപ്പതിക്കുന്നത്? അല്ലെങ്കിൽ ജുഡീഷ്യറി എന്തുകൊണ്ട് ഇത്തരം ഭീകരവാദികൾക്ക് ഇത്ര ഈസി ആയിട്ട് ബെയിൽ കൊടുക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? അപ്പോ ഈ ഭാഷയ്ക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ശവ സംസ്കാര ചടങ്ങിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്തതിന് ഞാൻ വളരെയധികം ആശങ്കയോടെ കാണുന്ന ആളാണ്. കാരണം ഉക്കടം എന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്. ഉക്കടം നമുക്കറിയാം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞാൽ വളരെ അടുത്താണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഉക്കടം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യാക്രമണങ്ങൾ, ഒരുപാട് ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. ഉക്കടം എന്ന സ്ഥലം വളരെ സെൻസിറ്റീവായ ഇസ്ലാമിക് ടെററിസത്തിന്റെ ഒരു എഫിഷ്യൻസറാണ്, ഒരു എന്താ പറയാ, പ്രഭവ കേന്ദ്രമാണ് ഉക്കടം. കോയമ്പത്തൂര്, മധുരൈ തുടങ്ങിയിട്ടുള്ള വെസ്റ്റേൺ സദേൺ കോയമ്പത്തൂർ മുഴുവൻ, തമിഴ്നാടിന്റെ വെസ്റ്റേൺ സദേൺ ഏരിയ മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾ വളരെ രഹസ്യമായി അതിശക്തമായ നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണ്. രാമനാഥൻ എന്ന് പറഞ്ഞ ഹിന്ദു മുന്നണി പ്രവർത്തകനെ ഇവർ വെട്ടിക്കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു? മധുരയില്. അതെന്തിന്റെ പേരിലാന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്ക് പാംഫ്ലെറ്റുകളുമായിട്ടില്ലേ ഇസ്ലാമിനെ പ്രകീർത്തിക്കുകയും വിഗ്രഹാരാധന തെറ്റാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണ്, അത്തരം ആരാധനകൾ പൈശാചികമാണെന്ന് എഴുതിയ തമിഴിലുള്ള പാംഫ്ലെറ്റ് വിതരണം ചെയ്യാൻ വന്ന 2 ഇസ്ലാമിക പ്രവർത്തകരെ ഇദ്ദേഹം ചോദ്യം ചെയ്തു. ഇതൊന്നും ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല, നിങ്ങളെ മതമായിട്ട് പോയിക്കോളൂ, ഞങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് കൃഷ്ണനും ശിവനൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലാതെ വൻതോതിൽ ഒരു ആക്രമണം ഇസ്ലാമിനെ അഴിച്ചുവിട്ടതിന്റെ പേരിലല്ല. പിറ്റേ ദിവസം അയാളെ കൊന്നു. അപ്പൊ ശരാശരി ഒരു ഹിന്ദു പ്രവർത്തകന്റെ ആയുഷിന്റെ ബലം ഇസ്ലാമിക ശക്തികളുടെ ദാക്ഷിണ്യം മാത്രമാണ്. എപ്പോഴാണ് ഇത് പറയുന്നത്? നമ്മുടെ ലോകം ജയിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് പോലും ഒരു ശരാശരി ഹിന്ദു പ്രവർത്തകൻ, വലിയ ആളുകൾക്കൊക്കെ സെക്യൂരിറ്റി കിട്ടുമായിരിക്കും, ഒരു ശരാശരി പ്രവർത്തകൻ വെറുതെ പറഞ്ഞാൽ മതി, എനിക്ക് എന്റെ മതമാണ് വലുത്, എന്റെ കൃഷ്ണൻ രാമന് മതി, നിന്റെ പാംപ്ലെറ്റ് ഒന്നും ഇവിടെ വേണ്ട, ഓടാന്ന് പറഞ്ഞാൽ പോലും യു വിൽ ബി ഹാക്ക് ടു ഡെത്ത്, നിങ്ങളെ വെട്ടിക്കൊല്ലും.
അപ്പൊ അത്ര ഭീകരമായ വളർച്ചയല്ലേ അത്. അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് കോൺഗ്രസും CPM മാത്രമല്ല BJP കൂടെയാണെന്ന് ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഭരണമുണ്ട്, ഇതിനെ നിലനിർത്താൻ പറ്റുന്നില്ല. ഇത്രയധികം ആളുകളുടെ കൂടി ആ വീടുകളിലെല്ലാം ഞാൻ പറയുന്നത് ഇത്രയും മാത്രമല്ല, ഇവന്റെ വേറെ ചില തമാടിത്തരങ്ങൾ പറയാം. ഇവനെ അറസ്റ്റ് ചെയ്തു 2003. ഇവനെ അറസ്റ്റ് ചെയ്തപ്പോ അത് അറസ്റ്റ് ചെയ്തിരുന്ന തിരുമംഗലം പോലീസ് സ്റ്റേഷനാണ്. ആ തിരുമംഗലം പോലീസ് സ്റ്റേഷൻ ഈ പറഞ്ഞ ഭാഷയുടെ ശിഷ്യന്മാര്, അല്ലുമ്മയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇമ്രാൻ അലിയുടെ നേതൃത്വത്തില് പിന്നെ ആ സ്റ്റേഷൻ ആക്രമിച്ചിട്ടാണ് ഭാഷയെ മോചിപ്പിച്ചത്. 2003 ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് എന്ന് പറയാലോ നമുക്ക് വേണമെങ്കിൽ. 2003 അതായത് പുതിയ മില്ലിനിയം വന്നപ്പോൾ പോലും നോക്കണം നിങ്ങൾ, അവർ ധാർഷ്ട്യം നോക്കണം. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് ഭാഷയെ കടത്തിക്കൊണ്ട് പോയവരാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ. തിരുമംഗലം പോലീസ് സ്റ്റേഷൻ, ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും. അതൊന്ന്. നേരത്തെ സംസാരിച്ച അഹമ്മദ് പറഞ്ഞല്ലോ 1998 ആ സീരിയൽ ബ്ലാസ്റ്റ് വന്നല്ലോ. ആ സീരിയൽ ബ്ലാസ്റ്റ് ആർക്കെതിരെയായിരുന്നു? LK അദ്വാനിജിയെ കൊല്ലാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റ് ആയിരുന്നു അത്. ആ ബ്ലാസ്റ്റിൽ 200-ലധികം പേര് ഇഞ്ചേർഡായി, ഏതാണ്ട് 58 പേര് കൊല്ലപ്പെട്ടു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇതിന്റെ പ്രഹരശേഷിയാണ് ഞാൻ ചോദിക്കുന്നത്. കേവലം ഒരു സംസ്ഥാനത്തിലെ ചെറിയൊരു ഭാഗമായ കോയമ്പത്തൂരിൽ നടക്കുന്ന, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ ലോക്കൽ പ്രഹരശേഷിയാണ് ഞാൻ പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന് ധൈര്യം വരുമോ ഇവിടെ? പറ്റില്ല. ഇപ്പൊ ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി പറയാം. ഇപ്പൊ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന MEC 7, ഈ അനിൽജിക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മുമ്പുള്ള ചർച്ചകളൊക്കെ എടുത്തു നോക്കിയത് ഞാൻ പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറിയതാണ്, അത് തലകുത്തനെയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ നേതാക്കന്മാരല്ല, പ്രോക്സി ലീഡേഴ്സ് ആണ്. അതെ, ശരിയായ ലീഡേഴ്സ് ഇപ്പോഴും ഞാൻ അങ്ങോർക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞ് 1 മാസം തികഞ്ഞില്ലല്ലോ MEC 7 പുറത്തു വന്നപ്പോ. MEC 7 വന്നു. MEC 7 എന്ന് പറഞ്ഞ എന്താണ് മിക്സ്ഡ് എക്സസൈസോ എന്താണ്? 7 തരം എക്സസൈസുകൾ പഠിപ്പിക്കുക. അതിൽ യോഗയുമുണ്ട്. അനിസ്ലാമികമാണ്, ചെയ്യരുതെന്ന് പല ഇസ്ലാമിക പണ്ഡിതന്മാരും വിളിച്ചു കൂവിയിരുന്ന യോഗ ഇപ്പോൾ അവർ ഉപയോഗിക്കുകയാണ്. നാളെ അവർ സംസ്കൃത പേരുകളിൽ വരും. നോയിക്കോളൂ, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയില്ല, ഭവിഷ്യവാണി എന്ന് പറഞ്ഞിട്ട് അന്നും പറഞ്ഞത്. കാരണം ഇത് സോഷ്യൽ ഇവരുടെ രീതി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അസുരന്മാര് മായായുദ്ധത്തിൽ വളരെ വിശാരദന്മാരാണ്. അതായത് സീതാദേവി കൊല്ലപ്പെട്ടു എന്ന വ്യാജ വാർത്ത ഉണ്ടാക്കി സീതയുടേത് പോലെയുള്ള ഉടൽ കാണിച്ചു കൊടുക്കുക അവർ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അവരിനി സംസ്കൃത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവര് RSS ആണ് ടാർഗറ്റ് ചെയ്യുന്നത് തോന്നിക്കുന്നെങ്കിലും RSS അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. അവരാ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ഇതര കമ്മ്യൂണിറ്റികളെയാണ്. അല്ല, സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോ. പിന്നെ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഈ അടുത്ത ദിവസം കണ്ടു. ഗംഭീരമായിട്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ ഒരു പക്ഷേ മേൽശാന്തിമാരുമായിട്ടും തന്ത്രിമാരുമായിട്ടൊക്കെ ഇവർ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അവർ തന്ത്രിയായിട്ട് വരണമെന്നില്ലല്ലോ. തലയ്ക്ക് വെളിവില്ലാത്ത തന്ത്രിമാരെ വിലക്കെടുത്താലും മതിയല്ലോ. അതെ അതെ. അപ്പൊ ഈ SA ഭാഷയുടെ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, വളരെ ചെറിയൊരു ഭൂപ്രവിശ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറിയൊരു അല്ലുമ്മയെ സൃഷ്ടിച്ചവനാണ് ഈ ബഷീർ. ഈ ഭാഷയെ പുറത്ത് പ്രകീർത്തിക്കാൻ ഭയം കൊണ്ടും എന്നാൽ ഭാഷയോടുള്ള കടപ്പാട് കൊണ്ടും അവിടെ എത്തിച്ചേർന്ന ആയിരങ്ങളാണ്. യു ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി കെയർഫുൾ അബൌട്ട് ദി അമൗണ്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ്. എത്ര പേരാണ് അവിടെ വന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതെല്ലാം വീഡിയോഗ്രാഫ്ഡ് ആണല്ലോ, അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളെ എല്ലാം തന്നെ ശരിക്കും വീട്ടിൽ കയറിയിട്ട് അവരെ പോലീസ് ആക്ഷനിലൂടെ അവർക്ക് ഇതോടുള്ള ബന്ധം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതല്ലേ? എന്തിന്റെ പേരിലാണ് ഈ ഭാഷയ്ക്ക് പിന്നാലെ, ഭാഷ ഒടുങ്ങുമ്പോൾ ഈ ശവശരീരത്തിന് പിന്നാലെ എന്തിനിവർ പോകുന്നു? അതൊരു പർട്ടിക്കുലർ ഒരു മഹലിലെ പ്രശ്നമാണെങ്കിൽ ആ മഹലിൽ ഇത്ര പേരല്ലേ ഉണ്ടാവുള്ളൂ. ആ മഹലിലുള്ള ആളുകളല്ല. പിന്നെ നേരത്തെ അഹമ്മദ് സാഹിബ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുള്ളത്, അള്ളാഹു അക്രമത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അള്ളാഹു തന്നെയല്ലേ ഇത്തരത്തിലുള്ള ദുഷ്ടമായ ക്രൂരമായ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രചോദനമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഖുർആൻ പല പരിഭാഷ, മുജാഹിദുകളുടെ പരിഭാഷയും സുന്നികളുടെ പരിഭാഷയും ഒക്കെ വായിച്ചതിന്റെ പോട്ടെ,
പിന്നെ ലോക പ്രശസ്തമായ പിന്നെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ഒക്കെ ഞാൻ വായിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അള്ളാഹു തന്നെയല്ലേ ഇതിന്റെയൊക്കെ മൂല കാരണം, അല്ലാതെ പിന്നെ കേവലം നമ്മൾ തെറ്റിദ്ധരിച്ചതല്ലല്ലോ. ഇപ്പൊ ഈ വെറും വിറക് കൊള്ളി കച്ചവടം ചെയ്തിരുന്ന ഇവൻ എങ്ങനെ ഒരു അന്താരാഷ്ട്ര ഭീകരവാദിയെ പോലെ പെരുമാറുന്നു? അപ്പൊ അവന്റെ പിന്നിലുള്ള ആ ആശയമല്ലേ ഏറ്റവും വലിയ ശത്രു? ആ ആശയം അള്ളാഹു അല്ലേ കൊടുക്കുന്നത്? മാത്രമല്ല ഈ ഖുറാനിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അൽ തൗബ, ആ തൗബയിൽ മാത്രമേ ബിസ്മി ചൊല്ലാത്ത ഒരു അധ്യായമുള്ളൂ. ആ അവസാനത്തെ അധ്യായത്തിന് വലിയ പ്രാധാന്യമാണത്രേ. അത് 9ാമതായിട്ടാണ് വരുന്നത്, 9ാമത്തെ അധ്യായമായിട്ടാണ് വരുന്നത്. ആ തൗബയില്, സൂറത്തു തൗബയില് എന്താണ് പറയുന്നത്? ബഹുദൈവ ആരാധികളുമായിട്ടുള്ള ആരാധകരുള്ള കരാർ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഹുദൈബിയ ട്രീറ്റിയാണ് പറയുന്നത്. ആ ട്രീറ്റി ഏകപക്ഷീയ ലംഘിച്ചത് മുഹമ്മദ് തന്നെയല്ലേ? എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് നിങ്ങൾ അവരെ ഈ വിശുദ്ധ മാസം കഴിഞ്ഞാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് കഴുത്തറുത്ത് കൊന്നുകളയുക, അവരുടെ സന്ധികൾ തോറും വെട്ടുക, അവരെ പതിയിരുന്ന് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞത് ഗുരുമൂർത്തിയോ സ്റ്റാൻഡിയോ അല്ലല്ലോ. ഈ പറഞ്ഞത് മുഴുവൻ അള്ളാഹു അല്ലേ? അപ്പൊ ഒരു ദൈവം തന്റെ സ്വന്തം സൃഷ്ടികളിൽ ഒരു വിഭാഗക്കാരെ വിശ്വാസികളായും മറുവിഭാഗങ്ങൾ അവിശ്വാസികളായിട്ടും അവരെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കുറുക്കനാണോ എന്ന് പോലും ഈ ഖുർആൻ വായിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മഹാഭാരതത്തിലെ യുദ്ധമില്ലേ? മഹാഭാരതത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിലോ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള യുദ്ധം അതൊരു കുടുംബത്തിന്റെ വഴക്കാണ്, ഒരു കുലത്തിന്റെ വഴക്കാണ്. അവർ രണ്ടുപേരും ശ്രീകൃഷ്ണനോടുള്ള ബഹുമാനമുള്ള ആൾക്കാരായിരുന്നു. അത് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. ഇതര മതത്തിനെ ആക്രമിക്കാനല്ലല്ലോ അത് പറയുന്നത്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഈ സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന ആര്യ സമാജത്തിന്റെ നേതാവിനെ കൊന്നത് ഏറ്റവും ശാന്തരായ മുസ്ലിങ്ങളാണ്. അക്രമം പാടില്ല, ഇസ്ലാം അക്രമത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞു നടന്നിരുന്നവരാണ് ശ്രദ്ധാനന്ദയ്ക്ക് നേരെ നിറയൊഴിച്ചത്. അല്ലാതെ ഈ പിന്നെ കോഴിക്കോട് ഒരു വിഷയത്തുണ്ട്, അവന്റെ പേര് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള അക്രമം പ്രസംഗിക്കുന്നവരല്ല ഒരിക്കലും ഇസ്ലാമിന് വേണ്ടി വെട്ടാൻ പോയിട്ടുള്ളത്. ഭാഷയെ പോലെ പുറത്തൊന്നും പറയാതെ ഇസ്ലാം ശാന്തിയാണെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്നുള്ളത് കരുതിയിരിക്കണം. ഇത് ടെററിസത്തിന്റെ വളരെ ദ വേസ്റ്റ് ഫോം ഓഫ് ടെററിസമാണ് ഇസ്ലാമിൻ്റെത്. ഇപ്പോ ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടാ കൊന്നത്. ഹിറ്റ്ലർ പറഞ്ഞു ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാ കൊല്ലുന്നത്. ഇസ്ലാമിൽ കരുതിയിരിക്കേണ്ടത് ഈ കുഞ്ഞാപ്പയെ പോലെ യോഗ പഠിക്കാൻ പോകുന്നവരെയാണ്. അവർ കൈ നനയാതെ മീൻ പിടിക്കുകയാണ്. ഈ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അപ്പൊ ഈ സംഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ്. യോഗ, തായ്ചി, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും തുള്ളിച്ചാടുന്നത്, അതിന്റെ പിന്നിൽ വളരെ വിപുലമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഞാനിത് പറഞ്ഞിരുന്നു അങ്ങയോട്. ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഭീകരന്മാർ പുറത്ത് അവർ കൊടുക്കുന്ന ഇരകൾ മാത്രമാണ്. ബെയ്റ്റ് എന്ന് പറയും. ആ ബെയ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? then they'll start afresh. They have already started it. മെക്കില് വരുന്ന MEC7 വരുന്ന ആളുകളുടെ എണ്ണം കണ്ടില്ലേ? അതും വെളുപ്പാങ്കാലത്ത്. ഇന്നത്തെ സ്ഥിതിക്ക് എന്റെ ചോദ്യം, 2003 ഈ ഭാഷയെ അറസ്റ്റ് ചെയ്ത് തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് അതേ സമയത്താണ് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് മെയ് 1-ാം തീയതി, മെയ് 2-ാം തീയതിയാണ് പുഷ്പരാജൻ അടക്കമുള്ള 9 പേരെ വെട്ടി നുറുക്കിയത്. അതേ വർഷം 2003. അപ്പോ എന്നിട്ട് ഇവിടെയുള്ള RSS വളരെ വിപുലമായ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും വിപുലമായ സംഘടനാ സംവിധാനമുള്ള സംഘടനയാണ് RSS. എന്നിട്ട് RSSന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചടി ഈ പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദികൾക്കുണ്ടായോ? ഇല്ല. അപ്പോൾ 2024 നമ്മളിൽ ആരെയെങ്കിലും കൊന്നാൽ എന്ത് തിരിച്ചടി ഉണ്ടാവുന്നതാണ് ഞാനും അങ്ങും കരുതേണ്ടത്. അപ്പൊ അവർ പറയുന്ന മറുവാദമുണ്ട്, RSSനെ കൊണ്ട് തിരിച്ചടിപ്പിക്കാൻ നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൂടെ? ഞാൻ ഈ വല്ലാത്ത മെയ്വഴക്കമൊന്നും പഠിച്ചിട്ടില്ല. ആകെ ഉള്ളത് വായിക്കും, ചിന്തിക്കും, സമൂഹത്തെ ഒബ്സർവ് ചെയ്യും, അത് പുറത്തു പറയും. അപ്പൊ ഈ പുറത്ത് പറയുന്നവരെയാണ് അവർ കൊല്ലുന്നത്. ഇപ്പൊ സ്റ്റാൻലി സാറ് നാളെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈസിയാണ്, ഒരു ചവിട്ട് പഠിച്ചു കൊടുത്ത് പുറത്തേക്ക് തെറിപ്പിച്ചാൽ കൊന്നു. അയാളുടെ കുടുംബം അല്ല, ഞാൻ പേടിപ്പിക്കല്ല, യാഥാർത്ഥ്യം. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമിക ഭീകരവാദം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നബിയെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു കവിത എഴുതി. അത് ഹദീസിലുണ്ട്. ആ കവിതയിൽ മുഹമ്മദ് നബിയുടെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം കൂടെയുള്ള അലിയോട് പറഞ്ഞത്, ഉടൻ പോയി അവളെ കൊന്നിട്ട് വരിക. അവളെ കൊല്ലുന്നത് എങ്ങനെയാ കൊന്നെന്നറിയോ? ആ പെൺകുട്ടി 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ മുല കൊടുത്തോണ്ടിരിക്കുമ്പോഴാ കൊന്ന. കുഞ്ഞിനെ അടക്കമാണ് കൊന്നത്. ഇതാണ് ഇസ്ലാം. ആ കുഞ്ഞിനെ സ്പെയർ ചെയ്തില്ല. മുഹമ്മദിന്റെ ഒരു കൂട്ടുകാരൻ അബൂബക്കർ മുഹമ്മദിനോട് പറയുന്നുണ്ട്, പിന്നെ പ്രവാചകരെ, ഞങ്ങൾ യുദ്ധത്തിൽ ഇടപെടുമ്പോ ഈ അവിശ്വാസികളുടെ കുഞ്ഞുങ്ങളെയും കൊല്ലാറുണ്ടെന്ന്. ഉടനെ അദ്ദേഹത്തിന് മറുപടിയാണ്,
അത് നന്നായി. അവിശ്വാസികളുടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ കൊന്നൽ പാപമില്ല. ഇതൊക്കെ ഏത് സൂറത്ത് ഏത് ഹദീസാണെന്ന് ഓരോന്നും എടുത്തു പറയാം. ഞാൻ എല്ലാം എടുത്തു പറയേണ്ട കാര്യമില്ല. രാം സ്വരൂപ് എഴുതിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം ത്രൂ ഹദീസ് എന്ന പുസ്തകം മാത്രം വായിച്ചാൽ മതി. അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പേജും നമ്പർ അടക്കം. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഇസ്ലാം വിശ്രമിക്കുന്നില്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവർ ഉപയോഗിക്കുന്ന കോഡുകൾ പറഞ്ഞപ്പോ നമ്മുടെ ആരിഫ് ഹുസൈൻ ഒന്ന് കളിയാക്കിയിട്ട് ഇതൊക്കെ ഗുരുമൂർത്തി തുറന്നു പറഞ്ഞ അവർ കോഡ് മാറ്റില്ലേട്ട് കളിയാക്കി ചോദിച്ച ഓർമ്മയില്ലേ? ഇപ്പൊ പുതിയ കോഡുകളാ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനൊരു മറുപടി പറഞ്ഞു, കമ്പിവേലിയൊക്കെ മാറ്റി, കമ്പിവേലി കെട്ടി കൊടുക്കുന്നതൊക്കെ മാറ്റി. അവർ മാറ്റിയിട്ട് ഇപ്പൊ യോഗയാണ്, ശാരീരിക വ്യായാമമാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതിൽ ഹിന്ദുക്കളും വരും, ക്രിസ്ത്യാനികളും വരും. പക്ഷെ മെസ്സേജ് കൈമാറുന്നത് എപ്പോഴും ടാർഗറ്റ് കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്നില്ല, ഏത് നിമിഷം നമ്മളൊക്കെ താമസിക്കുന്ന ജീവിക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന വിഡ്ഢികളാണ് നമ്മൾ. ഇറ്റ് ക്യാൻ ഇറപ്റ്റ് എനി മൊമെന്റ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. തീർച്ചയായും. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ഭാഗത്തേക്ക്, മലപ്പുറം, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന മറ്റൊരു സംസ്ഥാനം പോലെയായിട്ട് നമുക്ക് തോന്നാറില്ല, തമിഴ്നാടിന്റെ ഭാഗം തോന്നാറില്ല. ഒരു അതിർത്തി കടന്ന് പിന്നെ വാളയാർ കടന്ന് കോയമ്പത്തൂരായി. അപ്പൊ അവിടെ ഇത്രയും വലിയൊരു ഭീകര സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ടത് കോയമ്പത്തൂരുകാരല്ല, പാലക്കാട്ടുകാരാണ്. അഗ്രഹാരത്തിൽ എന്റെ അടക്കം ബന്ധുക്കളുള്ള അഗ്രഹാരത്തിൽ കിടന്നുറങ്ങുന്നവര് ഇപ്പൊ ഷാഫിയുടെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസിനെ ജയിപ്പിച്ചിരിക്കുന്നത് കൽപ്പാത്തി അടക്കമുള്ള സ്ഥലങ്ങളിൽ. ഞാൻ എന്റെ സ്വന്തം ബന്ധുക്കളെ കൂടിയാണ് ഇതിൽ പ്രതി ചേർക്കുന്നത്. പാലക്കാട് BJPയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചു, പകരം വിജയിപ്പിച്ചിരിക്കുന്നത് ഷാഫിയുടെ കാൻഡിഡേറ്റിനെയാണ്. ഷാഫി ഭീകരവാദിയാണോ അല്ലോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇപ്പം മറുപടി പറയുന്നില്ല. കോൺഗ്രസിൽ പ്രവർത്തിച്ചാൽ ഭീകരവാദികളോട് സന്ധി ചെയ്തേ തീരൂ. അത് ഷാഫി ആണെങ്കിലും സതീശനാണെങ്കിലും അതിൽ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ചെനറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇസ്ലാമിക് പാർട്ടി. നോബഡി ക്യാൻ സർവൈവ് ഇൻ ദാറ്റ് പാർട്ടി ക്രിറ്റിസൈസിങ് ഇസ്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ വിജയിപ്പിച്ച് വിട്ടപ്പോ നിങ്ങൾ ചിന്തിക്കണം, കോയമ്പത്തൂരിൽ വലിയൊരു ശക്തമായ ജിഹാദി നെറ്റ്വർക്ക് ഉണ്ട്. അതിനൊരു കാറ്റ് വരുന്നതിനേക്കാൾ വേഗത്തിൽ പാലക്കാട്ടേക്ക് കടന്നു വരാൻ പറ്റും. നമ്മളെല്ലാം ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങാണ്. ഈ ചൂരൽമലയിലെ ദുരന്തം വരുന്നതിന് തലേന്ന് എങ്ങനെ നമ്മൾ ഉറങ്ങിയത്? സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇതിനേക്കാൾ പ്രകൃതി ദുരന്തത്തെക്കാൾ വേഗത്തിൽ വണ്ണണയുന്ന ഒരു അപകടമാണ് ഇസ്ലാമിക ഭീകരവാദം. അത് ഇതുവരെ മനസ്സിലാവാത്തവർ ഇനിയുണ്ടെങ്കിൽ ദയവേത് ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നതാണ്. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലും ആംഡ് ആയിട്ടുള്ള, അതായത് ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കടന്നു ചെന്ന് ആക്രമിച്ച് രക്ഷപ്പെടുത്തും വിധമുള്ള ശാരീരിക ക്ഷമതയും, അന്ന് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് പാലക്കാട് ശ്രീനിവാസ് ചേട്ടനെ കൊന്ന വിധം. ഇങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്ത് കൊല്ലാനും അതിന് തിരിച്ചടി ഇല്ലാതെ രക്ഷപ്പെടാനും കേവലം നിയമ സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റ് രണ്ട് സമൂഹങ്ങളും, ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും കോടതിയാണ് ദൈവമായിട്ട് കാണുന്നത്. കോടതി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോടതി എന്താ ചെയ്യുന്നത്? ഇവർക്ക് മുട്ടിന് വിട്ടൊരു ജാമ്യം, പിന്നെ ജയിലിൽ ദഫുമുട്ടാൻ സൗകര്യം. ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഒരു വലിയ അപകട സന്ധിയെ തരണം ചെയ്യാൻ നമുക്ക് ഏക ആശ്രയം നമുക്ക് ഇപ്പോഴുള്ള കേന്ദ്രത്തിലെ ഭരണമാണ്. അവരാകട്ടെ പഴയ പിന്നെ ചിന്തകളൊക്കെ വെടിഞ്ഞ് രഘുപതി രാഘവ രാജാറാം ഗാന്ധിയൻ മാർഗത്തിലാണ് ചരിക്കുന്നത്. രക്ഷാകവചം എന്ന് പറയുന്നതിൽ തുള വീണാൽ അത് യോദ്ധാവിന്റെ മരണമാണ്. ഞാനോ മറ്റൊരാളോ ഇതുപോലെ തുറന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആരും അവരുടെ കൊലക്കത്തിയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇസ്ലാമിനെ നമ്പിയിട്ട് ഇതൊരു സമാധാന മതമാണെന്ന് ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു കുറ്റവിമുക്തനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ ശാന്തനും മറ്റേ നാരായണ ഗുരു എഴുതിയ പോലെ മുത്തുരത്നമോ എന്ന് ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപകടകരമായ ഒരു ബോംബാണ്. നമ്മൾ അതിന്റെ മേലെ കിടന്നുറങ്ങുകയാണെന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഓക്കെ.